സമരഭൂമിയിൽ പിറവികൊണ്ട രുധിരതാരകമേ എന്ന ആ വരികൾ പോലെ ആൾക്കൂട്ടം ആയുസ് നീട്ടി നൽകിയ, ആവേശമാക്കി മാറ്റിയ, ആൾക്കൂട്ടത്തെ ശ്വാസം പോലെ ജീവന്റെ ഭാഗമാക്കിയ ആ നേതാവിന് അന്ത്യയാത്രയിൽ ഒപ്പം ചേരുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. കാത്തുനിന്ന വഴിയിലൊക്കെയും അവർ വി എസിനെ ഒരു നോക്ക് കണ്ട് ഒരു മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പൂക്കൾ പ്രിയപ്പെട്ട വി എസിന് അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഈ രാത്രി വൈകിയും നേരം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഇന്നലെ ഇതേ സമയത്ത് 12 മണിക്കൂറിനിപ്പുറം അപ്പുറത്ത് ആരംഭിച്ച വിലാപയാത്രയാണ്. ഇപ്പോഴും വഴിയരികിൽ മുദ്രാവാക്യങ്ങൾ ഇടമുറിയുന്നില്ല, നിശബ്ദമാകുന്നില്ല. അവർ വി എസ് എന്ന ആ പേര്, ആ രണ്ടക്ഷരം, അത് സമരതീക്ഷ്ണമായ ഒരു നൂറ്റാണ്ട് ജീവിതത്തിൻ്റെ 8 പതിറ്റാണ്ട് കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചലനങ്ങളെ ജ്വലനാത്മകമാക്കിയ ഒരു ജീവിതത്തിൻ്റെ ചുരുക്കെഴുത്താണ് ആ രണ്ടക്ഷരം. ആ രണ്ടക്ഷരം ഇങ്ങനെ അവർ ഏറെ സ്നേഹവായ്പോടുകൂടി, ആവേശത്തോടുകൂടി വീണ്ടും വീണ്ടും ഉരുവിടുകയാണ്. വി എസിൻ്റെ പോരാട്ടങ്ങൾ, വി എസിൻ്റെ സമരങ്ങളെ, വി എസിൻ്റെ ഇടപെടലുകളെ, വി എസിൻ്റെ വാക്കുകളെ, വി എസിൻ്റെ പ്രവൃത്തികളെ ഒക്കെ ഓർത്തെടുക്കുകയാണ്. വാക്കും പ്രവൃത്തിയും രണ്ടല്ലാത്ത, ഒരുമിച്ച് കൊണ്ടുപോയത്, പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തലമുറയുടെ അടയാളമായിരുന്നു വി എസ്. ഇതിനു മുമ്പ് എത്ര നേതാക്കൾക്ക് ഇങ്ങനെ യാത്രയപ്പ് കേരളം കണ്ടിട്ടുണ്ട്. EMSന്, EK നയനാർക്ക്, K കരുണാകരന്, ഉമ്മൻചാണ്ടിക്ക്, ഇപ്പോൾ ഇതാ വി എസിന്. ജനമേറ്റെടുത്ത നേതാക്കൾ, ജനനായകർ അല്ലെങ്കിൽ ജനകീയ നേതാക്കൾ എന്ന വിശേഷണം, അത് ആളുകൾ പറഞ്ഞു പതിഞ്ഞ ആ നേതാക്കളെ അത്ര സ്നേഹവായ്പോടുകൂടിയാണ് രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളം യാത്ര അയച്ചിട്ടുള്ളത്. അങ്ങനെ സമാനതകളില്ലാത്തൊരു യാത്രയയപ്പിൽ, അതും ഇത്രയേറെ ആവേശത്തോടുകൂടി, ഒരു വാശിയെന്നോണം, ഒരു സെക്കൻഡ് പോലും നിശബ്ദമാകില്ല, മുദ്രാവാക്യങ്ങളില്ലാത്തൊരിടവേള പോലും ഉണ്ടാവില്ല എന്ന് ഉറച്ച പോലെ മനുഷ്യർ ഇങ്ങനെ ആർത്തലച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വിലാപയാത്ര ഒരുപക്ഷെ നമ്മൾ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വി എസിൻ്റെ കാലത്ത് ജീവിച്ചു എന്ന് അഭിമാനിക്കാനാവുന്ന, വി എസിനെ കണ്ടിട്ടുണ്ട്, വി എസിനെ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ മരിച്ച ശേഷമെങ്കിലും വി എസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ആ കുട്ടികൾക്കെങ്കിലും അവകാശപ്പെടാൻ, അല്ലെങ്കിൽ നാളെ ഓർത്തിരിക്കാൻ വേണ്ടിയാവാം അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആ കുട്ടികളെ ഉറക്കത്തിലും എടുത്തുകൊണ്ടുവന്ന് ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്നത്. ആ വാഹനം നിർത്തുന്ന അല്ലെങ്കിൽ വേഗം കുറയ്ക്കുന്ന ഇടങ്ങളിലെല്ലാം വി എസിനെ ഒന്ന് പകർത്തിവെക്കാൻ, ഓർമ്മയിലേക്ക് കൂടി പകർത്തിവെക്കുകയാണ് ആ മനുഷ്യരെല്ലാവരും. വി എസ് എത്ര സ്വാധീനമുള്ള നേതാവായിരുന്നു. ജനഹൃദയങ്ങളിൽ വി എസിൻ്റെ സ്വാധീനം, ശക്തി, കരുത്ത് എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. വി എസ് എന്ന രണ്ടക്ഷരം ഇത്രയാവർത്തി ഓരോ സെക്കൻഡിലും ഇങ്ങനെ എവിടെയൊക്കെയാണ് മുഴങ്ങുന്നത്. പാർട്ടി പ്രവർത്തകർ അങ്ങനെ ചെങ്കുടിയുമായി ഒപ്പം ചേർന്നിട്ട് മണിക്കൂറുകളായി ആ യാത്ര നിശ്ചയിച്ച വേഗം അല്ലെങ്കിൽ നിശ്ചയിച്ച ദൂരമൊന്നും പിന്നിടുന്നില്ല. ഏറെ പിന്നിലാണ് ഈ യാത്ര പൊക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സമയം ആലപ്പുഴയിൽ വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരും ഈ വിലാപയാത്ര എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ എത്തിയിട്ടില്ല. കൊല്ലത്ത് കൊട്ടിയത്തേക്ക് പോലും അടുക്കുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാടിടങ്ങളിൽ പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ട്. അവിടെയെല്ലാം നിർത്തി മാത്രമാണ് ഈ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അരുൺ രാജ് ചേരുന്നുണ്ട് ചിന്നക്കടയിൽ നിന്ന്. അരുൺ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിച്ചിരുന്ന പോയിന്റ് എവിടെയാണ്? അതിനിടയിലൊക്കെയും ഒരുപാടിടങ്ങളിൽ ആൾക്കൂട്ടമുണ്ട്, ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ വാഹനം നിർത്താതെ നിർവാഹമില്ല എന്ന അവസ്ഥയിലാണ് ഈ വിലാപയാത്ര കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലങ്ങൾ, അത് ചാത്തന്നൂർ കഴിഞ്ഞാൽ കൊട്ടിയം, കൊട്ടിയം കഴിഞ്ഞാൽ കൊല്ലം. പക്ഷേ ഈ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല, ഓരോ ഇടങ്ങളിലും വി എസിനെ കാണാൻ ഇങ്ങനെ ജനം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. സ്വാഭാവികമായും അവിടെ ഈ പ്രായഭേദമന്യേ ജനം ഇങ്ങനെ എത്തുമ്പോൾ അവരെ കാണാതെ പോകുവാൻ വി എസിന് കഴിയില്ല, ആ വാഹന വ്യൂഹത്തിന് കഴിയില്ല. ഇപ്പോൾ കൊല്ലം ചിന്നക്കട ബസ് ബേയിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. വലിയ ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി എസിന് അത്രത്തോളം ഹൃദയബന്ധമുള്ള സ്ഥലമാണ്. വി എസിനെ ഹൃദയത്തിലേറ്റിയ മണ്ണാണ്. രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു ജനവിഭാഗം തന്നെ കൊല്ലത്തേക്ക് എത്തുന്നുണ്ട്. വി എസിനെ കാണാൻ ഈ 2 മണിക്ക് അടക്കം എത്തുക, അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധമാണ്.
തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇടം നേടിയ ഇതിഹാസ തുല്യനായ രാഷ്ട്രീയ നേതാവാണ് ശ്രീ VS. അദ്ദേഹത്തോട് രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് വിയോജിച്ചുകൊണ്ടാണെങ്കിൽ പോലും മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും സ്നേഹത്തിൻ്റെ ഗാഥകൾ പാടി ഈ പ്രായത്തിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം കഠിനാധ്വാനിയായ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വളരെ പ്രായം കൂടിയ സമയത്തും പ്രതിപക്ഷ നേതാവ് പലതവണ അദ്ദേഹം ആ പദവി വഹിച്ചിട്ടുണ്ട്. അത് ഇത്രത്തോളം അന്വർത്ഥമാക്കിയൊരു നേതാവ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിന് വലിയ നഷ്ടം തന്നെയാണ്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ജനസമൂഹമാണ് ഇവിടെ കുഴിയെത്തുന്നത്. കാരണം VS അത്രത്തോളം ഓരോ ഹൃദയങ്ങളിലും ഓരോ വ്യക്തികളിലും ആഴ്ന്നിറങ്ങിയിരുന്നു എന്നതിന്റെ തെളിവാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൊല്ലത്തിന്റെ പൗരാവലി ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് പ്രായഭേദമന്യേ വലിയൊരു ജനസമൂഹമായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 11 മണിയോടെ ആലപ്പുഴയിൽ വെലിക്കകത്ത വീട്ടിലേക്ക് VS എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം സമയക്രമങ്ങൾ മാറുന്നു. ഓരോ ഇടങ്ങളിലും ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ജനങ്ങളുടെ സ്നേഹം കൊണ്ട് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച സമയക്രമങ്ങളെല്ലാം കടന്നു പോവുകയാണ്. ഇപ്പം ഇവിടെ തന്നെ ആലോചിച്ചിരുന്നത് 6 മണിക്ക് ചിന്നക്കട ബസ് വേയിൽ വരുമെന്നാണ്. പക്ഷേ ഇപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ചാത്തന്നൂർ കഴിഞ്ഞ് കൊട്ടിയത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. അങ്ങനെ പോകാനും കഴിയില്ല. എത്ര വൈകിയാലും ഞങ്ങളുടെ സഖാവിനെ കണ്ടേ പോകൂ എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കുന്ന ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ VS എന്ന് പറഞ്ഞാൽ അത് കേവലം 2 അക്ഷരമല്ല, അത് ജനങ്ങളുടെ മനസ്സിലെ ഒരു വികാരമായ ഒരു സ്നേഹമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. കാരണം VS എന്ന സ്നേഹം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച AICC അംഗം കൂടിയായ ബിന്ദു കൃഷ്ണ ഈ രാഷ്ട്രീയത്തിനപ്പുറമുള്ള VS-ഉമായുള്ള സൗഹൃദം പലകുറി ബോധ്യപ്പെടുന്നത്. VS-ഉമായുള്ള ഒരു അനുഭവം ഒരുപാടുണ്ടായിരിക്കും സ്വാഭാവികമായും. എന്താണ് ഓർത്തത്? VS-ഉമായുള്ള അനുഭവം എനിക്ക് നേരിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായി സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ. എറണാകുളത്ത് നമ്മുടെ സിന്ധു ജോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്കെതിരായിട്ട് മുഖാമുഖം ഞങ്ങൾ ഇന്ന് സമരം ചെയ്യുമ്പോൾ അദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുഖാമുഖം കണ്ടപ്പോൾ ചെറുചിരിയോടെ നടന്നു പോയതല്ലാതെ യാതൊരു വിരോധവും കാണിക്കാതെ പോയ ഒരു മുതിർന്ന രക്ഷകർത്താവിൻ്റെ സമാനമായ ഒരു അദ്ദേഹത്തെ പലതവണ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയമായി അദ്ദേഹത്തോട് വിയോജിക്കുമ്പോൾ പോലും തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു. യോജിപ്പുകൾക്കിടയിലും യോജിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു VS-ൽ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചില നിയമസഭയിലടക്കം ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അനാവശ്യമായി വിമർശിച്ചതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം സിന്ധു ജോയിയെ പറഞ്ഞത്, അതുപോലെ തന്നെ ലതിക സുഭാഷിനെ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മണ്ണിന്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതല്ല അതിന്റെ മറുഭാഗമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം തീർച്ചയായും ബോധ്യത്തിൽ പ്രവർത്തിക്കും. സാധാരണ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരവർ പറയുന്നതിനപ്പുറത്തേക്ക് മാറാറില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയ നിരവധി അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും മഹാനായ ഒരു നേതാവാണ് ഇത്. അതുകൊണ്ടാണ് 2 മണിക്ക് ഇവിടേക്ക് എത്തുന്നത്. ശരി, 2 മണിക്കും ഇവിടേക്ക് എത്തുന്നതിന്റെ കാരണമാണ് ബിന്ദു കൃഷ്ണ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. കാരണം ഈ ഒഴിവാക്കി പോകാൻ കഴിയില്ല, അത്രത്തോളം ജനത്തിൽ ആഴത്തിലിറങ്ങിയ ബന്ധമാണ് ഉള്ളത്.